നമസ്കാരം, ഞാൻ പവിത്ര ജെ ദ്രൗപദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ശശികലയ്ക്ക് കിരീടം. തമിഴകത്തിനു തലൈവിയായി ശശികല. അണ്ണാ DMK നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്ത് പാർട്ടി MLA-മാരുടെ നിർണായക യോഗം. നേതൃസ്ഥാനത്തേക്ക് ചിഹ്നത്തലവിയുടെ പേര് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ സ്ഥാനമൊഴിയൽ. സത്യപ്രതിജ്ഞ 2 ദിവസത്തിനകമെന്ന് സൂചന. തമിഴക രാഷ്ട്രീയത്തിൽ വഴിത്തിരിവിന് കരുനീക്കി ശശികലയുടെ അടവുകൾ ഓരോന്നായി പുറത്ത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നോടിയായി പാർട്ടിയിലും ഭരണതലത്തിലും സമഗ്ര അഴിച്ചുപണി. തിരക്കിട്ട നീക്കങ്ങൾ. നിർണായക സ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ അവരോധിച്ച് പിന്തുണ ഉറപ്പാക്കിയ ശേഷം പനീർശെൽവത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയും മലയാളി ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും പുറത്ത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരായ ഇരുവർക്കും സ്ഥാനമൊഴിയാൻ നിർദ്ദേശം ലഭിച്ചത് തികച്ചും അപ്രതീക്ഷിതമായി. പാർട്ടിയിൽ ശശികലയുടെ ശത്രു നിഗ്രഹവും ശുദ്ധികലശവും. സമരത്തിലെ സ്വരഭേദം. ലോ അക്കാദമി സമരം ഒത്തുതീർക്കുന്നതിൽ CPM-CPI ഭിന്നത രൂക്ഷമാകുന്നതിനിടെ വിശദീകരണവുമായി മന്ത്രി കടകംപള്ളി. സമരത്തിൽ ഇടതുമുന്നണിയുടെ അഭിപ്രായം ഏകകണ്ഠം. 8 മാസമായി മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ലെന്നും പ്രതികരണം. വിദ്യാർത്ഥി സമരത്തിൽ VS-ന്റെ അഭിപ്രായം സ്വന്തം നിലപാട് മാത്രം. അക്കാദമിയിൽ ഇപ്പോൾ നടക്കുന്നത് BJP സ്പോൺസർഡ് പ്രോഗ്രാം ആണെന്നും പരിഹാസം. അതിനിടെ ലോ അക്കാദമി പ്രശ്നം സംസ്ഥാന വിഷയമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തീരുമാനമെടുക്കേണ്ടത് സർക്കാരും പാർട്ടി കേരള ഘടകവുമെന്ന് വിശദീകരണം. അതേസമയം തിരുക്കൊച്ചി മന്ത്രിയായിരുന്ന PS നടരാജപിള്ളയെ ഏതോ പിള്ളയെന്ന് വിളിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് സുധീരൻ. തെറ്റുതിരുത്താൻ പിണറായി തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരം പരാമർശം ഉണ്ടാകരുതായിരുന്നു എന്ന് K മുരളീധരൻ. നീതിയില്ലാത്ത നിഴൽ നാടകം. ലോ അക്കാദമി ഭൂമി വിവാദത്തിൽ ഭരണപക്ഷത്തെ ചേരിതിരിവിന് നേർസാക്ഷ്യമായി വിരുദ്ധ നിലപാടിൽ CPM-ഉം CPI-യും. ഭൂമിയുടെ കാര്യത്തിൽ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രിയും ആരോപണ വിഷയങ്ങളിൽ അന്വേഷണം തുടരുന്നതായി റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനും. ഏതോ കാലത്ത് ആരോ നൽകിയ ഭൂമിയെക്കുറിച്ച് ഈ സർക്കാർ അന്വേഷിക്കേണ്ടതില്ലെന്ന് പിണറായി. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്ന് വ്യക്തമാക്കി VS. സർക്കാർ ഭൂമി ആര് കൈയടക്കിയാലും തിരിച്ചുപിടിക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ചുമതലയെന്നും അച്യുതാനന്ദൻ. അതേസമയം വിവാദ ഭൂമി സംബന്ധിച്ച ആക്ഷേപങ്ങൾ ശരിയെന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തൽ. റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെന്ന് മന്ത്രി ചന്ദ്രശേഖരൻ. നടപടി ശുപാർശയുമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നാളെ. വിലക്കിൽ വീണ്ടും വിചാരം. കുടിയേറ്റ വിലക്കുത്തരവിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക. വിസ റദ്ദാക്കിയിട്ടില്ലാത്ത മുസ്ലിം രാജ്യക്കാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല. നിലപാട് മാറ്റം. ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ ഉത്തരവ് ഫെഡറൽ ജഡ്ജി തടഞ്ഞ സാഹചര്യത്തിൽ തീരുമാനത്തിനെതിരെ നിയമയുദ്ധം നടത്തുമെന്ന് ട്രംപ്. ഇറാഖും സിറിയയും ഉൾപ്പെടെ 7 മുസ്ലിം രാജ്യക്കാർക്ക് വിലക്കേർപ്പെടുത്തിയ ഉത്തരവ് സ്റ്റേ ചെയ്ത ജഡ്ജിയുടെ നടപടി പരിഹാസ്യമെന്ന് ട്രംപ്. വിധിക്കെതിരെ അടിയന്തര അപ്പീൽ സമർപ്പിച്ച് വൈറ്റ് ഹൗസ്. ആര് തടഞ്ഞാലും ഉത്തരവ് നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ. പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.